ഹലോ മച്ചന്മാരെ, അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് പ്രൈവറ്റ് ബസ്സായിട്ടാണ് കേട്ടോ. നമ്മൾ ട്രിപ്പ് ആറ്റിങ്ങൽക്കാണ് ഗായ്സ്. നല്ല വൈബ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ ട്രിപ്പ് തുടങ്ങാം. അപ്പം നമ്മളിവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഗായ്സ്. നമ്മൾ വണ്ടീൻ്റെ സൈഡൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. തട്ടിയാൽ സീനാണ് ഗായ്സ്. വണ്ടി കിട്ടി. ഇനി നേരെ പോവാം. ഇനി അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ? ഇല്ല വേഗം വിട്ടോ. അപ്പോൾ ഗൈസ്, ഈ പറയുന്നത് ആരാണെന്ന് വെച്ചാൽ ഈ ബസ്സിൻ്റെ കിളിയാണ് ഗൈസ്. ആദ്യമുള്ള കിളിയാണ് കേട്ടോ ഗൈസ്. ഡ്രൈവർ മാറിയെന്നുള്ളൂ. അയാളെ പരിചയപ്പെടുത്തി തരാൻ മറന്നുപോയി. അയാളെ പേര് ഗൈസ് മുത്തു എന്നാണ്. മുത്തൊരു ഹായ് പറയുമോ? ഹായ് ഗൈസ്, ഈ പോകുന്ന റൂട്ടിലൊന്നും സ്റ്റോപ്പില്ല ഗൈസ്. ആകെ ഒറ്റ സ്റ്റോപ്പുള്ളൂ. അത് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡാണ് ഗൈസ്. നമ്മളെ പാസഞ്ചേഴ്സൊക്കെ ഇരിക്കുന്നത് കണ്ടോ? പിന്നെ ബസ്സിൻ്റെ സൈഡിൽ പെയിൻറ്റ് കുറച്ച് പോയിക്കണം കേട്ടോ ഗൈസ്. ഇതിൻ്റെ ആദ്യത്തെ ഡ്രൈവർ പോയി എവിടെയെങ്കിലും തട്ടിച്ചിട്ടുണ്ടാകും. മുത്തു, മുതലാളിനോട് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞൂടെ? പറയണം. ഇതിപ്പോ ഇന്നലെയാണ് തട്ടിയത്. എന്നിട്ട് ഇതിൻ്റെ ഡ്രൈവർ എവിടെ? അയാള് നേരെ എന്നിട്ട് ഗൾഫിലോട്ട് വിട്ടു. അല്ല, അതിന്റെ മുമ്പേ പറഞ്ഞിരുന്നു ഇന്നലെ ഗൾഫിലോട്ട് പോകുമെന്ന്. ഇന്നലെ രാവിലെ വണ്ടി എടുക്കാൻ വന്നിരുന്നു. എന്നിട്ട് ഉച്ച ആയപ്പോഴത്തേക്ക് പോയി. ഇവിടുന്ന് വലത്തോട്ട്. ഓക്കെ. അല്ല, എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല, അതുകൊണ്ടാണ്. അതൊന്നും കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞു തരാം. അല്ല, ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാതെ പാസഞ്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങ്. ഞാനത് മറന്നുപോയി. വർത്താനം പറഞ്ഞിരുന്നപ്പോൾ അത് മറന്നുപോയി. ഞാൻ വാങ്ങുകയാണ്. ടിക്കറ്റ്. എങ്ങോട്ടാ ചേച്ചി? നീ ഏതാടാ പൊട്ട? ഈ ബസ്സാകെ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയുള്ളൂ. നിനക്ക് ബുദ്ധിയില്ലേ? സോറി ചേച്ചി, അത് 20 രൂപ. അല്ല, കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇവിടുന്ന് അങ്ങോട്ടാ? ഇടത്തോട്ടാ? യു ടേൺ തിരിയണോ? യു ടേൺ ഒന്നും തിരിയണ്ട, നേരെ വിട്ടോ. നേരെയാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ അടുത്ത ആളടുത്തുനിന്ന് വാങ്ങിയിട്ട് വരാം. ടിക്കറ്റ്. എന്താ ചേട്ടാ, ചില്ലറ ഇല്ലേ? ഒരു 20 രൂപക്ക് 500 രൂപയാണോ തരുന്നത്? അല്ല, 500ന്ന് 20 പോയാൽ എത്ര? പൊട്ട 480. മനസ്സിലായി. സ്കൂളൊന്നും പോയിട്ടില്ലേ? ഞാന് 4ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. വെറുതെയല്ല. ഈ ചേട്ടന് 500ന്റെ നോട്ട് തന്നിരിക്കുന്നു. ഇപ്പൊ എന്താ ചെയ്യാ? ചില്ലറ കൊടുത്താളേ. 480. ഗൈസ്, അപ്പം നമ്മൾ ഈ പറയുന്നത് മൈക്കയൊന്നുമല്ല. അപ്പം എന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഇവിടുന്ന് ഇനി ഏത് ഭാഗത്തോട്ടാ? ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? ഇവിടുന്ന് ഇടത്തോട്ട്. എന്ത് ഈ ലോറിക്കാരനായിട്ട് പോവാത്ത? ബ്ലോക്കായോ? അതൊന്നും സീനില്ല. നമ്മൾ ഏത് ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടിയും പോകും. ഇതാണ് ഞാൻ, ഏത് ഉള്ളിൽ കൂടിയും ഞാൻ പോകും. ഇപ്പൊ കണ്ടജേ, ഇതാണ് കെൻസോ. അല്ലേലും നിങ്ങള് സീനല്ലേ? നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് തന്നെ അല്ലേ? ആണ്. ഞാൻ ഇപ്പൊ എന്നും പോകുന്നതല്ലേ. സോറി ഗൈസ്. അപ്പം നമ്മളിങ്ങനെ പോയി ഏകദേശം എത്താറായിട്ടോ. അല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ടാ? ഇവിടുന്ന് നേരെ. മനസ്സിലായി. അല്ല, നേരെയല്ല, ഞാൻ നേരത്തെ കാണിച്ച ഇടത്തോട്ടുള്ള റോട്ടിനാണ്. നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കറിയാം, പക്ഷെ ഞാൻ അറിയാതെ നേരെ എന്ന് പറഞ്ഞു. നീ തിരിച്ചോളി. പാസഞ്ചേഴ്സ് വിചാരിച്ചിട്ടുണ്ടാവും നമ്മക്ക് വഴി അറിയില്ല എന്ന്.
പാസഞ്ചേഴ്സ് അറിയണ്ട, വേഗം എടുത്തോളി. ഓ ആ ഇടത്തോട്ടുള്ള റോഡിനാ? ആ വലത്തോട്ടുള്ള റോഡിന്. ആ ഇതേ കൂടെ എടുത്തോ. അത് വേണ്ട, അതിൽ കൂടെ പോവാം. ഇതിൽ കൂടെ എടുക്കേണ്ടത് ഇങ്ങോട്ട് വരാനുള്ളതാണ്. ഇനി അതിൽ കൂടെ പോയിക്കാണ്ട് പോലീസ് പിടിച്ചിക്കാണ്ട് മുതലാളിക്ക് ഫൈൻ തരൂലേ? അത് വേണ്ട, നമുക്ക് ഇതിൽ കൂടെ പോവാം. ഇവിടുന്നും കുറേ പോവാണ്ടോ? ഇല്ല, ഇവിടുന്ന് ഒരു തുള്ളി ഉള്ളൂ. ഹാവൂ, ഇന്നത്തോട് കൂടി ഞാൻ ഈ പണി നിർത്തുക. ഇന്നെ കൊണ്ടൊന്നും വയ്യ ഇങ്ങനെ പണിയെടുക്കാൻ. അതെന്താ? ഞാൻ വെറുതെ പറഞ്ഞതാടാ, നീ അത് കാര്യമായിട്ട് എടുക്കരുതേ. ആ ഓക്കെ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്. മുത്തു ഒരു ബായ് പറയ്. ബൈ.